അപ്പോൾ ഗൈസ് നമ്മൾ ബാംഗ്ലൂർ പോണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ്. കസിൻ്റെ ഉണ്ണിയുടെ പരിപാടിയാണ്, ബർത്ത്ഡേ പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വ്ളോഗ് തുടങ്ങിയിരിക്കുന്നത്. ഇത് കുറച്ചധികം 3-4 മാസം മുന്നേ എടുത്ത വീഡിയോ ഉണ്ട്. അതുകൊണ്ട് നോൺ വോയിസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഓഡിയോ ആഡ് ചെയ്യണത്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു പുലർച്ചെ 2 മണിയായപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലെത്തിയപ്പോഴും ഇറങ്ങിയത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, നല്ല ചായയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇവൾക്ക് ഒരു സ്നാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്നാക്ക് മേടിച്ചു. രാത്രി ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളുടെ ഉദ്ദേശം. പക്ഷേ സ്നാക്ക് കണ്ടോ വഴിക്ക് എനിക്ക് ഉറക്കം വന്നു, ഞാനും ഉറങ്ങി. അങ്ങനെ രാവിലെ ബാംഗ്ലൂർ എത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പുണ്ടെങ്കിലും ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വെറ്റർ ചെയ്തത്. പക്ഷെ പിടുക്ക് പറച്ചു മക്കളെ, എൻ്റെ അത്രയും തണുപ്പായിരുന്നു രാവിലെ. നമ്മൾ രാവിലെ നല്ല നേരത്തെ എത്തിയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബർത്ത്ഡേ ഉള്ള ചെറുക്കൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ ഫ്ലാറ്റിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് കയറിയപ്പോൾ നിൽക്കണു ഇന്നത്തെ മെയിൻ ആൾ. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ വന്ന സമയം അധികം കളയാതെ നേരെ ഫുഡിലോട്ട് അങ്ങ് കടന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ കുറച്ച് നേരം ഒന്ന് മയങ്ങി. ഒന്നും മേലെ അണങ്ങിയിട്ടുള്ള ശീലമില്ലാത്തതുകൊണ്ട് ഇവർ വിചാരിച്ച് ഞാനൊന്നും ചെയ്യില്ലെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ കുറിച്ച് അവർക്ക് വലിയ ധാരണ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ ഒരു ഹോട്ടലിൽ റൂംസ് എടുത്തേക്കുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ റൂം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. സുരേഷ് ഗോപിയുടെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ലായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇരിയേട്ടൻ എന്തൊട്ട സെറ്റപ്പ് എന്നുള്ള ഒരു ലെവലുള്ള റൂമായിരുന്നു അത്. എന്തൊട്ട് സെറ്റപ്പ്. പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ മെട്രോ കാണാം. എന്തായാലും ഇത്രയും വന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു സിനിമാറ്റിക് സ്ലോ മോഷൻ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ സിനിമാറ്റിക് സ്ലോ മോഷനൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുക്കനോട് പറഞ്ഞു നിനക്ക് എത്ര പുഷപ്പ് എടുക്കാൻ പറ്റുന്നു. ചെറുക്കനാണെങ്കിൽ പറന്ന് പുഷപ്പ് കൊടുത്തിട്ട് മനുഷ്യൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറയും എന്നോട് പുഷപ്പ് എടുക്കാനായിട്ട്. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി. പക്ഷെ നാണം കെടരുതല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് കമന്ന് കിടന്നു. കൈ രണ്ടും കുത്തി ഒന്ന് പൊന്തി എണീറ്റ് വന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി എന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് ഡോറിൽ കൊട്ടി. അപ്പോൾ നോക്കിയപ്പോൾ അതല്ല, അനിയത്തിക്ക് തുള്ളി കളിക്കണ കുഞ്ഞുപുഴ കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. പക്ഷേ ഞാൻ പണ്ട് മുതലേ ഡാൻസ് അങ്ങനെ കളിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നാണാണെങ്കിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ടുള്ളൊരു കളിയില്ലാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി പോസും കാര്യങ്ങളൊക്കെ കാണിച്ചങ്ങ് നിന്ന്. എന്നാലും നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്നല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവർ തിരിച്ച് റൂമിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉള്ള കാര്യം അറിയാലോ, നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. ബിരിയാണി, ചിക്കൻ, 2 ടൈപ്പ് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വയറൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ പിള്ളേർ പറഞ്ഞു ഗെയിംസ് കളിക്കാൻ പോകാമെന്ന്. പിന്നെ ഗെയിംസ് കളിക്കുന്നതിൽ ഞാനൊരു അഗ്രഗണ്യനായതുകൊണ്ട് പച്ച ബോർഡിൽ വടിയിട്ട് കുത്തിയപ്പോൾ ബോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അല്ലാതെ വേറെ എങ്ങോട്ടോ പോയി. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ക്യാരം ബോർഡിൽ അവരെ ചാലഞ്ച് ചെയ്തു. ക്യാരം കിങ്സിനെ പോലും വെല്ലുന്ന തരത്തിലായിരുന്നു എൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെയും വിധി എനിക്ക് എതിരായിരുന്നു. എൻ്റെ കൈ തൊടാൻ കാത്തിരിക്കായിരുന്നു വെള്ളക്കരി കുളത്തിൽ ചാടാനായിട്ട്. അങ്ങനെ ഇരിക്കണം. ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കസിൻസും പിള്ളേഴ്സിറ്റും കാര്യങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് ബർത്ത്ഡേ ബോയ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ ബർത്ത്ഡേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നേരത്തെ പറഞ്ഞതെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് ആ ടൈം ഫില്ല് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളത്. ഇവിടെയാണ് നമ്മുടെ ഓഡിറ്റോറിയം, ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അങ്ങനെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ വഴിക്ക് സ്റ്റാർട്ടറായിട്ട് നൈസായിട്ട് നമുക്ക് ഫുഡ് വന്നായിരുന്നേ. ഫുഡിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. ഞാൻ നേരെ ഫുഡിലോട്ട് നോക്കി. പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കണ്ണ് എപ്പോഴും ഫുഡില്ലായിരുന്നു. പിന്നെ അത് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓറ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ വീണ്ടും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഓറയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. പിന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ എല്ലാവരും തുള്ളി കളിക്കണ കുഞ്ഞുപുഴുക്കളാണ്. അതുകൊണ്ട് തന്നെ ഏത് ദിക്കിൽ നോക്കിയാലും തുള്ളി കളിക്കണ ഒരെണ്ണെങ്കിലും കാണാം. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് എടുക്കാനായിട്ട് പോയിട്ട് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പ്ലേറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഫുഡ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ തപ്പി അവസാനം എല്ലാത്തിനും എല്ലാതും എടുത്തു. അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും.
അങ്ങനെ ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ അതും കഴിച്ച് നേരെ ഐസ്ക്രീമും കഴിച്ച് ഞാനും അവനും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേര് വന്നായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്തിരി ഫേമസ് ആയി പോയല്ലോ. പിന്നെ ഇതാണ് എൻ്റെ അമ്മ അനിയത്തി. അപ്പം ഇന്ന് എത്രേ ഉള്ളൂ ഗൈസ്, ബൈ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബാക്കി നാളെ.